എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് രാജലക്ഷ്മിയാണ്. സോ പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. എന്താണ് ഇന്നത്തെ വിഷയം എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്കും അവിടെ ലഭിക്കുന്നതാണ്. ഫോളോ ചെയ്യുക. Integration, multi-dimensional healing, breakthrough, processing karmic debris. Well, രണ്ട് കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ വിൽ ടേക്ക് ഇറ്റ് ആസ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 കാരണം ഇത് രണ്ടും രണ്ട് കാര്യമാണ്. ഓക്കെ, സോ ഇൻറ്റിഗ്രേഷൻ ഇത് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് ആണ്, മൾട്ടി ഡയമെൻഷണൽ ഹീലിംഗ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എബൌട്ട് ജസ്റ്റ് ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹീലിംഗ്, ഹെൽത്ത് ഹീലിംഗ്, മെൻറ്റാലിറ്റി, ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ ക്ലാരിറ്റി അവിടെ വരുന്ന ഹീലിംഗ്, സബ് കോൺഷ്യസ് ഹീലിംഗ്, അതുപോലെ തന്നെ സോൾ ഹീലിംഗും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 2 ഈസ് ബ്രേക്ക് ത്രൂ, പ്രോസസ്സിംഗ് കാർമിക് ഡെബ്രീസ്. ഇവിടെ വരുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ബ്രേക്ക് ത്രൂ എന്താണ്. ഓക്കെ, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് കാര്യങ്ങളിൽ എത്ര നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റി, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏത് പാറ്റേൺ ആണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തത്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. സോ വിൽ സീ എന്താണ് ഡിവൈൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഐ എം നോട്ട് ഗിവിങ് എനി സ്പെസിഫിക് ക്വസ്റ്റ്യൻ, ഒരു സ്പെസിഫിക് ക്വറി ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഡയറക്റ്റ്ലി എന്താണോ ഡിവൈൻ പറയാൻ പോകുന്നത് അതാണ് എടുക്കാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി യുവർ ഗ്രൂപ്പ് 1 ആൻഡ് ദിസ് ഇസ് ഗ്രൂപ്പ് 2. ഓക്കെ, ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ടൈം സ്റ്റാമ്പ് നോക്കി അല്ലെങ്കിൽ കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് മൾട്ടി ഡയമെൻഷണൽ ഹീലിംഗ് ആണ്. സോ ലെറ്റ് സി എന്താണ് ഡിവൈൻ പറയാൻ പോകുന്നത്. സോ ഫാമിലി കൺസേൺ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പ്രേക്ഷകരുടെ ഹെൽത്ത് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് 6 ആണ് വന്നിരിക്കുന്നത്. സോ സംതിങ് റിലേറ്റഡ് ടു ഹോം. ഹോം എന്ന് പറയുന്നത് വീട് മാത്രമല്ല, എവിടെ പ്രേക്ഷകർക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഓക്കെ, ഏത് സ്ഥലം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ സ്വസ്ഥതയിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹോം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ വീട് ഇവിടെയാണ് ആൻഡ് നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ വീട്ടുകാർ എല്ലാവരും ഉണ്ട്, നിങ്ങൾ അവർക്കൊപ്പമുണ്ട്, എന്നാൽ പോലും യു ഫീൽ ആസ് ആൻ ഔട്ട്സൈഡർ. എന്നാൽ ദാറ്റ് ഈസ് നോട്ട് യുവർ ഹോം. എവിടെ നിങ്ങൾ ഇരിക്കുന്നു നിങ്ങൾക്ക് വളരെ സമാധാനമാണ്. യു ഫീൽ കാം, പ്രസൻറ്റ് ആൻഡ് ഹറിയില്ല നിങ്ങൾക്ക്. ഓക്കെ, അവിടുന്ന് പെട്ടെന്ന് പോകാൻ തോന്നുന്നില്ല. ഓക്കെ, യു ഫീൽ ടു സിറ്റ് ദെയർ, അതാണ് നിങ്ങളുടെ ഹോം. സോ ഐ തിങ്ക് കുറേ പ്രേക്ഷകർക്ക്, ഓക്കെ, ഏറെ പ്രേക്ഷകർക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വയംൽ വരികയാണ്, നിങ്ങളുടെ സെൽഫിൽ വരികയാണ്. ഓക്കെ, എവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ എം ഗെറ്റിംഗ്. സോ ലെറ്റ്സ് സീ for group 1 divine, what is the multi-dimensional healing happening in the lives of group 1. 10 of Pentacles, yes, the World. Okay, I'm not taking that card. Once again I want to shuffle. Okay, this one. 5 of Pentacles, okay. 8 of Pentacles, the Devil, Five of Swords,
8 of Wands. So guys, മൾട്ടി ഡയമെൻഷണൽ ഹീലിംഗ് എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിരുന്ന ബുദ്ധിമുട്ടുകൾ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ചില ആൾക്കാർ പ്രേക്ഷകരെ വളരെയധികം സ്നേഹിച്ചിരുന്നു, ഓക്കെ, ആൻഡ് പല റീസൺസ് കാരണം നിങ്ങൾ അവരെ മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ മാറ്റി നിർത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ റീയൂണിയനാണ്. ഓക്കെ, അവിടെ റീയൂണിയൻ വരുന്നുണ്ട്, സാമ്പത്തിക നേട്ടങ്ങൾ വരുന്നുണ്ട്, ചിലർക്ക് ഫാമിലി വാട്ട് വി സേ സ്വത്ത്, ഓക്കെ, കുടുംബ സ്വത്ത് കിട്ടുന്നുണ്ട്, ഓക്കെ, ചിലർക്ക് സ്കോളർഷിപ്സ് വരുന്നുണ്ട്, ഓക്കെ, ആൻഡ് ചിലർക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാൾ നിങ്ങൾക്ക് ഏറെ പണം നൽകുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി എ ഹെൽപ്പ്, നിങ്ങൾ ചോദിച്ച ഹെൽപ്പ് ആകാം, ഓർ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് എ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഓക്കെ, പല പ്രേക്ഷകർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഏറെയുണ്ട് ആൻഡ് കടങ്ങൾ ഏറെയുണ്ട്. ഓക്കെ, സോ അവിടെ അത് നെകന്ന് പോകുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വരുന്നത്. ജോലിയിൽ ഒരു നേട്ടം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ അവിടെ നേട്ടം വരുന്നുണ്ട്. ഓക്കെ, അത് ഏത് തരം ജോലി ആയിക്കോട്ടെ, ഓഫ്ലൈൻ ബിസിനസ് ആയിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ ജോലി നോർമൽ 9 to 5 ജോബ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കഴിവിനെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഓക്കെ, നൗ ഈ 3 പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ പ്രേക്ഷകർക്ക് ഏറെ നെഗറ്റിവിറ്റി ഡീൽ ചെയ്യേണ്ടി വന്നു, ബിക്കോസ് വാട്ട് ഐ ക്യാൻ ഫീൽ ഇസ് ചില ആൾക്കാരുടെ ജലസി ആകാം, പോളിറ്റിക്സ് ആകാം, ഓക്കെ, ചില ബന്ധനങ്ങൾ, ഓക്കെ, നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് തെറ്റ്, ഐ ഡോണ്ട് നോ വൈ, പക്ഷേ എനിക്ക് കേൾക്കുന്നുണ്ട് ദാറ്റ് നിങ്ങളുടെ ഫ്രണ്ട്, ഓക്കെ, അത് ഇപ്പോൾ ഫീമെയിൽസ് ആണെങ്കിൽ മെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ്, ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്രണ്ട്ഷിപ്പ്, ആ ഫ്രണ്ട്ഷിപ്പിന് വേറൊരു പേര് കൊടുത്ത് നിങ്ങളെ വളരെയധികം അപമാനിക്കാൻ ശ്രമിച്ചവരുമുണ്ട്. ഐ ഡോണ്ട് നോ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ ആർക്കോ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്, ബിക്കോസ് അതിനുള്ള ന്യായം ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ആ ഒരു ചുരുൾ അഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എവിടെ പ്രേക്ഷകർക്ക് തോന്നുന്നു ദാറ്റ് നിങ്ങളൊരു ബന്ധം, സ്പെസിഫിക്കലി മാരേജ് അല്ലെങ്കിൽ ലവേഴ്സ്, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ അല്ല, ബട്ട് യെറ്റ് നിങ്ങൾ അട്രാക്റ്റഡ് ആണ് ആ പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സണുമായിട്ട് ജീവിതം ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സംവെയർ അതൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി മാറിപ്പം ഫസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ്. സെക്കൻഡ്, നിങ്ങൾക്ക് തന്നെ അത് തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഇതെൻ്റെ റൈറ്റ് പാർട്ട്ണർ അല്ല, നിങ്ങളത് മാറി പോകുന്നതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. 5 ഓഫ് സ്വോർഡ്സ് ആൻഡ് 8 ഓഫ് വൺസ് ആണ്. ഏറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുകയാണെങ്കിൽ ആൻഡ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരിട്ടതെങ്കിൽ നിങ്ങൾക്കൊരു സഹായം വരുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് വിജയമാണ് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ. ഓക്കെ, ചില പ്രേക്ഷകർക്ക് സപ്പോർട്ട് ആണ് വരുന്നത്. 8 ഓഫ് വൺസ് ആണ് വരുന്നത്. പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. സ്റ്റാർട്ട്സ് വിത്തിൻ 8 വീക്സ്. 8 വീക്സ് തൊട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ എന്താണ് സ്പെസിഫിക് ഏരിയ? ഓക്കെ, ലെറ്റ്സ് സീ. എന്താണ് പ്രേക്ഷകർ ശരിക്കും ഇപ്പോൾ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നോ കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, സ്പെസിഫിക്കലി റിലേഷൻഷിപ്പിൽ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതാണ്. ഓക്കെ, സഡൻലി ഇത്രയും നാളും ഞാൻ ഈ കാർഡ്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരിക്കലും തോന്നാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ദർ ഇസ് സ്പെസിഫിക് സം വൺ, ഓക്കെ, എന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്, ലൈക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ഒരു മുഖം ഉണ്ടാകും, നാക്ക് വെളിയിലിട്ട് ഇങ്ങനെ മുഖം ഒരു പ്രത്യേക തരം
ഫേസ് ഉണ്ടാക്കും, റൈറ്റ്? നിങ്ങളുടെ ലൈഫിൽ ആരോ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മൈറ്റ് ബി ജലസി ഉള്ള ആൾക്കാരേറെ നിങ്ങൾക്ക് ചുറ്റിനുണ്ട്, പെർട്ടിക്കുലർലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ജലസി ഉള്ളവർ. ഓക്കെ, ആൻഡ് അവർ വളരെ ഹാപ്പിയാണ്. ഓക്കെ, അവർ ഹാപ്പിയാണ്. മൈറ്റ് ബി നിങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പാർട്ട്ണർ അവരാഗ്രഹിച്ച പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർ വളരെ സന്തോഷത്തിലാണ് ആൻഡ് ഇസ് ആസ് എഫ് യെസ് ഞങ്ങൾ വിജയിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ബി കെയർഫുൾ. നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആൻഡ് യു ഡോണ്ട് നോ ദി എക്സാക്ട് തിങ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നടക്കുന്നത്. ആൻഡ് ഇഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വളരെ നല്ലതായിരുന്നു ആൻഡ് അത് തെറ്റായ രീതിയിലായി പോയെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് സംവെയർ. ഓക്കെ, ഗോ ആൻഡ് ചെക്ക് സംവെയർ ബിക്കോസ് എവിടെയോ നല്ലപോലെ ജലസി, പ്ലാനിങ്, കൾപ്രിറ്റ് എന്ന് കേൾക്കുന്നുണ്ട്. അത് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ആരെയും ബൂസ്റ്റ് ചെയ്യാൻ പറയുകയല്ല, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ക്യാൻ ഫീൽ. സോ നിങ്ങൾക്ക് കൺക്ലൂഷൻസ് ഉണ്ട്. രാത്രി കാലങ്ങളിൽ റിച്വൽസ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മൈറ്റ് ബി ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, ഈ ഒരു ഗൈഡൻസ് ഒരു പെർട്ടിക്കുലർ ആൾക്കായിരിക്കാം വന്നത്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ. ക്രിയേറ്റിവിറ്റി, Mother Earth, പീസ്. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ ക്രിയേറ്റിവിറ്റിയിൽ ശ്രദ്ധിക്കൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ജോബ് എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പുതിയ ജോബിൽ കയറിയിട്ടുണ്ടാകാം, ആർട്ട് വർക്ക് ഏറെ ചെയ്യുന്നവരായിരിക്കാം, പെയിൻറ്റിംഗ് ഒക്കെ ഏറെ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കൂ. ബിക്കോസ് ഈ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളുടെ എക്സസ് എനർജി, ദേഷ്യം, ഹേർട്ട്, വളരെയധികം പെയിൻ, ഇതൊക്കെ നിങ്ങളുടെ ഗ്രൗണ്ട് ആയി പോകുന്നതാണ്. നിങ്ങൾക്ക് സമാധാനം ആണ് വരുന്നത്. സോ ഇനി ഞാൻ നോക്കാൻ പോകുന്നത് ഗൈഡൻസ് ആണ്. വിച്ച് വൺ ഐ ഹാവ് ടു ടേക്ക്? ഓക്കെ, ഐ വിൽ ടേക്ക് ടാരോ കാർഡ്സ് ഫോർ ദ ഗൈഡൻസ്. Divine Tarot cards. What is the guidance for group 1? Page of Pentacles. Yes, പ്രേക്ഷകരോട് സമയം ഡൈവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പഠന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി PhD കാണിക്കുന്നു, ഓക്കെ, മാസ്റ്റേഴ്സ്, എന്തെങ്കിലും നിങ്ങൾ ആ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ഒരു ജോലി കണ്ടുപിടിക്കൂ. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികം ഭദ്രതയിലാക്കൂ എന്നതാണ് വരുന്നത്. സി, ലുക്ക് അറ്റ് യുവർ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയിൽ ആക്കൂ. ഓക്കെ, ഫൈനാൻസസിൽ ഏറെ വർദ്ധിക്കൂ. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്സും വളരെയധികം ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് നിങ്ങളെ കിങ് അല്ലെങ്കിൽ ഒരു സാധാരണ ആളാക്കുന്നത്. ഓക്കെ, സോ ഇഫ് യു വോണ്ട് ടു ബി കിങ് ഓർ ക്വീൻ, ഇഫ് യു വോണ്ട് ടു റൂൾ, ഓക്കെ, നിങ്ങൾ റൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിക്കം എ കിങ്. ഓക്കെ, 9 of Swords. Wow, Wheel of Fortune. സോ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കൊപ്പമാണ്. ഓക്കെ, സ്ട്രെസ്, ടെൻഷൻ എല്ലാം മാറിപ്പോകുന്നതാണ്. ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൺലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യൂ. ഓക്കെ, എന്ത് കാര്യം പഠിക്കാനുണ്ടോ, എന്ത് കാര്യം ചെയ്യാനുണ്ടോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലക്ക് ചേഞ്ച് ആകുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ആസ് വെൽ ആസ് സേവ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഷോർട്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഷോർട്സ് ഇടുന്നതാണ്, കണ്ടു നോക്കുക. എന്നെ
എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഏറെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോ സഹായം ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു തുണയാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ബ്രേക്ക് ത്രൂ ആണ്, പ്രോസസ്സിങ് കാർമിക് ഡെപ്സ്. നമുക്ക് നോക്കാം എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഗ്രൂപ്പ് ടു അറിയേണ്ടത്? ക്വീൻ ഓഫ് സോർഡ്, ഏസ് ഓഫ് പെന്റിക്കിൾസ്, the moon, seven of cups, the devil card, nine of cups. Okay. സോ ഗ്രൂപ്പ് ടു പ്രേക്ഷകർക്ക് ഡിവൈൻ തരുന്നതൊരു ഡീ കോഡിംഗ് ആണ്. ഓക്കെ, എന്താണ് ഡീ കോഡിംഗ്? പ്രേക്ഷകരുടെ ചുറ്റിനുള്ള ആൾക്കാർ, ഓക്കെ, നിങ്ങളുടെ ബിസിനസ്സിലാകാം, ഫാമിലിയിലാകാം, നിങ്ങളുടെ നെയ്ബേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കൊലീഗ്സ്. ഓക്കെ, അവിടെ ചില മെമ്പേഴ്സ് ഉണ്ട്, ദേ ആർ നോട്ട് ദ വൺ യു തിങ്ക്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ല. ഓക്കെ, സോ ഇവിടെ ബ്രേക്ക് ത്രൂ വരുന്നത് ദാറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുന്നുണ്ട്, അതിനൊപ്പം തന്നെ നിങ്ങൾ വളരെ കട്ട് ത്രൂ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂ. ഓക്കെ, എങ്ങനെ എന്നത് പറയാം. സി, ഈവൻ ദോ നിങ്ങൾക്കറിയാം ദാറ്റ് ചില ആൾക്കാർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവർക്ക് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാത്ത വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഓക്കെ, പക്ഷേ ആ ഒരു കാര്യത്തെ അവർക്കാണ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ശത്രുക്കളായിട്ട് ഭവിക്കുന്ന ആൾക്കാർക്കാണ് ഗുണം ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ ഗോയിങ് എവ്രിവെയർ, എല്ലായിടത്തും ചെന്ന് നിങ്ങൾക്കെതിരെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഓക്കെ, they are trying their best that നിങ്ങളുടെ ഏരിയ, ഓക്കെ, അത് വളരെ ലിമിറ്റഡ് ആക്കാൻ. നിങ്ങളുടെ ഏരിയ ഇൻ ദ സെൻസ്, യു സപ്പോസ് ഓഫീസിലാണ് നിങ്ങളുടെ ഡെസ്ക്, ആ ഡെസ്ക് ഒഴിച്ച് നിങ്ങൾ വേറെ എങ്ങും പോയി സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങളെ അംഗീകരിക്കാൻ പാടില്ല. സോ ആ ലിമിറ്റഡ് ഏരിയ അവരാക്കുകയാണ്. സൊസൈറ്റിയിലാണെങ്കിൽ സൊസൈറ്റിയിൽ ചിലരുണ്ട് ദാറ്റ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, സോ ദാറ്റ് നിങ്ങൾ മറ്റാൾക്കാർക്കൊപ്പം ഇരുന്ന് ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഓക്കെ, സോ അവിടെ ഈ ഒരു കാർമിക് ബോണ്ട്, ഓക്കെ, ഈ ആൾക്കാരുമായിട്ടുള്ള അത് ബ്രേക്ക് ചെയ്യാൻ ആണ് ഈ ബ്രേക്ക് ത്രൂ വരുന്നത്. ആൻഡ് ദിസ് ബ്രേക്ക് ത്രൂ ഈസ് ദാറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആകും, അതിനൊപ്പം തന്നെ എപ്പോൾ എന്ത് നിങ്ങൾക്ക് തോന്നുന്നു ശരിയല്ല, എന്ത് നിങ്ങൾക്ക് തോന്നുന്നു ദാറ്റ് ഇത് നിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, നിങ്ങൾ അതിനെതിരെ നിങ്ങളുടെ വോയിസ് എടുക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ നെഗറ്റീവ് എനർജിയെ വെല്ലുവിളിക്കുകയാണ് വിത്ത് യോർ പാഷനേറ്റ് എനർജി. ഓക്കെ, നിങ്ങളുടെ പാഷനേറ്റ് എനർജി ഓഫ് ലവ്, കെയർ അതുണ്ട്, അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫിറോഷ്യസ് എനർജി, ദാറ്റ് ഈസ് തെറ്റ് ചെയ്താൽ നിങ്ങൾ അവർക്കെതിരെ നിൽക്കും ആൻഡ് ഹാർഷായിട്ട് തന്നെ സംസാരിക്കും എന്നതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ ക്രിയേറ്റ് വാട്ട് വി സേ പുതിയ പാറ്റേൺ, എവിടെ ആ പഴയ പാറ്റേൺ ബ്രേക്ക് ആയി പോകുന്നു ആൻഡ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സോ വാട്ട് ഷുഡ് ഐ ടേക്ക്? എന്താണ് ഗ്രൂപ്പ് ടു പ്രേക്ഷകർ അറിയേണ്ടത്? ഡിറ്റർമിനേഷൻ, ലിസണിങ്, സ്പിരിച്വൽ അവേക്കനിങ്സ്. ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത്
ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡിറ്റർമിനേഷൻ വെക്കൂ ദാറ്റ് എൻ്റെ പാറ്റേൺസ് എനിക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, ആ ഒരു കാര്യത്തിലേക്ക് മുഴുങ്ങൂ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, സോ യു നീഡ് ടു ലിസൺ ടു ഹൂം? ആരെയാണ് കേൾക്കേണ്ടത്? നിങ്ങളുടെ ഉള്ളിലുള്ള സൗണ്ടിനെ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കുക. ആൻഡ് മെഡിറ്റേഷനിലിരിക്കുമ്പോൾ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതൊരു ജേർണൽ, ഒരു ചെറിയ ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓക്കെ, ബിക്കോസ് ഇവിടെ സ്പിരിച്വൽ അവേക്കനിങ് ആണ് നടക്കുന്നത്, നിങ്ങളോട് ശ്രദ്ധിക്കാൻ ആണ് പറയുന്നത്. ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാറ്റേൺസ് ഏറെക്കുറെ മാറിയിരിക്കുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. Don't let pride get in your way. Now, ചില പ്രേക്ഷകർക്ക് ഓൾറെഡി ആഗ്രഹമുണ്ട് ദാറ്റ് നിങ്ങൾ ഏതൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തിയോ അവർക്കൊപ്പം നിൽക്കണം. ഇഫ് ദാറ്റ് ഈസ് യുവർ വിഷ്, നിങ്ങളുടെ വിഷ് അതാണെങ്കിൽ, ഓക്കെ, ദെൻ ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഓക്കെ, നിങ്ങളുടെ പ്രൈഡ്, നിങ്ങളുടെ ഈഗോ, ഞാൻ താന്നു കൊടുക്കത്തില്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലില്ല, ഞാൻ സംസാരിക്കില്ല, ഞാൻ ആണ് വലുത് എന്നുള്ള പ്രൈഡ്, ഈഗോ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് I'll take an angelic card. ഇംപ്രൂവിങ് ഹെൽത്ത്. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നതാണ്. സോ ഏറെ ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ ഇമോഷൻസ് ഒക്കെ പോയി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് കറക്റ്റ് ആകുന്നതാണ്. ഇഫ് യു ബിലീവ്, യെസ്, ഇഫ് യു ബിലീവ് യു ക്യാൻ അച്ചീവ്. ഓക്കെ, ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആൻഡ് മർക്കബ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മർക്കബ എനർജിയുമായിട്ട് വർക്ക് ചെയ്യാം. യൂട്യൂബിൽ മർക്കബ സബ്ലിമേഴ്സ് ഏറെയുണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്യുക. ഐ ഫീൽ ഏറെ പ്രേക്ഷകർ ടയേർഡാണ്, ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ. ഓക്കെ, ബിക്കോസ് 5-5 ആണ്, എപ്പോഴും ചേഞ്ചസ് ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ, എപ്പോഴും ചേഞ്ചസ് ആണ്. 6 of Wands ആണ് വരുന്നത്, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, സോ ഏറെ ടയേർഡാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ആൻഡ് ഉറക്കം നിങ്ങൾക്ക് ഏറെ വരുന്നുണ്ടെങ്കിൽ, ടേക്ക് നൈസ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്. ഓക്കെ, അത് റിക്വയർമെൻ്റ് ആണ് നിങ്ങളുടെ ബോഡിയുടെ. ഓക്കെ, സോ സ്ലീപ്പ്. Okay, anything else? Okay, the sun. Yes, നിങ്ങൾക്ക് വിജയം ആണ് വരുന്നത്, സൺ കാർഡാണ്, സക്സസിൻ്റെ വർഷമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ബ്രേക്ക് ത്രൂ കിട്ടുന്നത്, ഇത് നിങ്ങളുടെ ലൈഫ് ലോങ് ബ്രേക്ക് ത്രൂ ആണ്. ദാറ്റ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ പല ആൾക്കാരെ അവരുടെ സ്പേസിൽ ഇരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ, സോ ഗോ അഹെഡ്, ഡു ഇറ്റ്. ഡു നോട്ട് ഷൈ, ഡു നോട്ട് ഫീൽ ഡിസ്കംഫേർട്ട്. ഓക്കെ, ആൾക്കാർ നിങ്ങളെ വാട്ട് വി സേ ചാലഞ്ച് ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം വളരെ സൗമ്യ രീതിയിൽ, റെസ്പെക്റ്റഡ് രീതിയിൽ കൊടുക്കുക. ഓക്കെ, പീസ് ഇസ് ഇൻ മൈ പൾസ്. സി, ആസ് ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പീസിനെയാണ് കൂടുതലും പ്രേക്ഷകർ ചൂസ് ചെയ്യേണ്ടത്. One more card, please. Is there any other card? Is there any other card? Okay. Wow, I can find peace in every breath. So angels, divine പറയുന്നത് സമാധാനത്തെ
സമാധാനത്തെ കണ്ടുപിടിക്കൂ. സമാധാനമായിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ്. ഓക്കെ, അതുകൊണ്ടാണ് കാർഡ്സ് വരാതിരുന്നത്, ബിക്കോസ് രണ്ടും പീസിൻ്റെ കാർഡാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സമാധാനം ഉണ്ടായിരിക്കണം. വാട്ട് എവർ യു ഡു. ഓക്കെ, ആർക്ക് ഉത്തരം കൊടുക്കുന്നു, ആരുടെ കയ്യിൽ നിന്ന് ബ്രേക്ക് ത്രൂ എടുക്കുന്നു, എങ്ങനെ ജീവിതം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്. പക്ഷേ സമാധാനപരമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ആസ് വെൽ ആസ് സേവ് സ്ട്രീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എന്നെ ഫോളോ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.